ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവരെ ഒന്നിച്ചെതിർത്ത് തോൽപ്പിക്കാനുള്ള ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. എനിക്ക് അത്രയും കാര്യത്തിൽ പറയാനുള്ളൂ. എന്നെ ഒറ്റപ്പെടുത്തി നിങ്ങൾ പോയാ അതെന്റെ അവസാനമാ. ജയാറിന്റെ MD കസേരയിലിരിക്കുന്ന ആളെ നമുക്ക് ഔദ്യോഗികമായിട്ട് തന്നെ ഒന്ന് കാണാലോ. നമ്മളും ജയാറിന്റെ പാർട്ട്നേഴ്സ് അല്ലേ? യെസ്, അത് സത്യ. എന്തുകൊണ്ടും കാലാവസ്ഥ നല്ലതാ. വിപിൻ, മകനെ എതിർക്കുക എന്ന നിലപാടിൽ സുജാത എന്റെ ഉറച്ചു നിന്നാലും ഭാര്യയും ഭർത്താവും രണ്ടു വഴിക്കാവൂ. എങ്കി കൊള്ളായിരുന്നു. ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് എനിക്ക് അമ്മായി കുറച്ച് ക്ലാസ് എടുത്തു തന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് തിരിച്ചു പറയാൻ എനിക്കൊരവസരം കിട്ടും. എനിക്ക് ഒരടി കിട്ടിയിട്ട് അവറ്റകളൊന്നും താഴെ ഇരിക്കണോ. അത് കഴിഞ്ഞാവാം അടുത്ത ഡോസ്. മോളെ നിക്ക്. എന്തിനാ വിളിച്ചേ? അമ്മ വാമേ. മോളെ നിക്ക്. എന്താ കാര്യം? അമ്മാവൻ അമ്മയെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. വേറൊന്നും എനിക്കറിയില്ല. അമ്മ വന്നേ, വാ. സുജാതേ, സുജാതേ, ഞങ്ങളൊരു തീരുമാനം എടുത്തു. അതൊന്ന് പറയാൻ വേണ്ടിട്ടാ സുജാതയെ വിളിപ്പിച്ചത്. എന്ത് തീരുമാനം? അത് പിന്നെ ഞാൻ പറയടാ. ആന്റി, അങ്കിള് ജീവന്റെ കൂടെ ചേർന്നതോടെ ഒരു കണക്കിന് നമ്മുടെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടില്ലേ? ജീവൻ നമ്മളെ ശത്രുവായിട്ട് കാണുന്നതിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇനി അങ്കിളും കൂടി നമ്മളെ ഇനി അങ്ങനെ കാണുമ്പോ അത് എനിക്ക് കുറച്ച് വിഷമമുണ്ട്. അതെ, ജീവന്റെ കൂടെ നിന്നിട്ട് രഘു നമ്മളെ എതിർത്താലേ നമുക്കും സ്വാഭാവികമായിട്ടും രഘുവിനെ എതിർത്ത് സംസാരിക്കേണ്ടി വരില്ലേ? അതുകൊണ്ടാ ഞാനും ഹരിയും നിത്യമൊക്കെ ഈ നാട്ടിൽ നിന്നും വേറെ എവിടെയെങ്കിലും പോകുന്ന കാര്യം ആലോചിക്കുന്നേ. ഇവിടെയുള്ളതൊക്കെ എന്തായാലും നഷ്ടപ്പെട്ട് കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ നടപടികൾ പൂർത്തിയാക്കി കമ്പനി ഏറ്റെടുക്കണം. അതവർ ചെയ്തോട്ടെ. പാവം ഭാർഗവൻ സാറിന്റെ ഭൂമി നഷ്ടപ്പെട്ടു. അത് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചോളാം. എന്തെങ്കിലും എന്നെ കൊണ്ട് കഴിയുകയാണെങ്കിൽ ഞാൻ ആ വസ്തു തിരിച്ചെടുത്ത് കൊടുക്കുകയും ചെയ്യും. ഹരി, നമ്മളിവിടുന്ന് പോവാന്ന് വെച്ചാ എന്നേക്കുമായി പോകുന്നു. ആന്റിയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് ഇവിടെ ഉണ്ട്, മക്കളും ഉണ്ട്. പതുക്കെ പതുക്കെ എല്ലാവരോടും പൊരുത്തപ്പെടാൻ ആന്റിക്ക് പറ്റും. അല്ല സുജാതേ, ഇക്കാര്യത്തില് സുജാതയുടെ അഭിപ്രായം എന്തുവാ? നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞില്ലേ? അപ്പൊ പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തു. അമ്മേ, രഘുവേട്ടൻ അവന്റെ ഓഫീസില് ജോലിക്ക് കയറിയെന്ന് പറഞ്ഞപ്പോ എന്റെ തലയിൽ ഒരു ഇടി വെട്ടിയതുപോലെയായിരുന്നു. ഇനിയിപ്പോ അതിനു മേലെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, നിങ്ങൾ വയ്ക്കോ, രക്ഷപ്പെടുന്നവരൊക്കെ രക്ഷപ്പെട്ടു. മോനെ, നീ എന്താ എന്നെ കുറിച്ച് കരുതിയിരിക്കുന്നത്? മകനും ഭർത്താവും ഒക്കെ പണത്തിന് പിന്നാലെ പോയാ അതില് ഞാൻ ആശ്വാസം കണ്ടെത്തുവെന്നോ? അതില് ഞാൻ സന്തോഷിക്കുമെന്നോ? പകരം നിനക്കൊരു വാക്ക് പറയായിരുന്നില്ലേ? എപ്പോഴും പറയാറുള്ളത് പോലെ ആന്റിയുടെ കൂടെ ഞങ്ങളുണ്ടെന്ന്, നമുക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാമെന്ന്.
അതല്ലേ തോറ്റു നിൽക്കുന്ന എന്നോടുള്ള മറുപടി. ആന്റി, ഞാൻ എന്റെ ഭർത്താവിനെ പിരിഞ്ഞു നിന്നിട്ടുണ്ട്. മകനെ വീട്ടിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. ആർക്കു വേണ്ടിയാ? ഇവളെ സംരക്ഷിക്കാൻ, ഇവളെ സ്നേഹിക്കാൻ. എന്നിട്ട് ഇവളെയും കൊണ്ട് നിങ്ങൾക്ക് പോണമല്ലേ? പൊയ്ക്കോ. പക്ഷെ പിന്നീട് ഒരിക്കലും തിരിച്ചു വരരുത്. അഥവാ എന്തെങ്കിലും വന്നാൽ ഞാൻ അവസാനിച്ചു എന്ന വാർത്തയായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. സുജാതെ, ഒടുങ്ങുകയാണെങ്കിൽ ഒരുമിച്ച് ഒടുങ്ങട്ടെ രാമകൃഷ്ണേട്ട. തെറ്റ് ചെയ്യുന്നവരുടെ കൂടെ സുജാത നിൽക്കില്ല. അവൻ എത്ര സൗകര്യങ്ങൾ വെച്ച് നീട്ടിയാലും ജീവൻ നമ്മുടെ ശത്രുവാണെങ്കിൽ അവന്റെ കൂടെ പോയ രഘുവേട്ടനും നമ്മുടെ ശത്രുവാണ്. അവരെ ഒന്നിച്ചെതിർത്ത് തോൽപ്പിക്കാനുള്ള ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. എനിക്ക് അത്രയും കരുത്തിൽ പറയാനുള്ളൂ. എന്നെ ഒറ്റപ്പെടുത്തി നിങ്ങൾ പോയാ അതെന്റെ അവസാനമാ. അത് അച്ഛനാണെന്ന് തോന്നുന്നേ. പൊയ്ക്കോളൂ. രഘുവേട്ടാ, രഘുവേട്ടൻ ജോലിക്ക് കയറുന്നതിന് മുൻപ് ഞാൻ ചോദിച്ചു എവിടെയാ രഘുവേട്ടന്റെ ജോലിയെന്ന്. അപ്പൊ രഘുവേട്ടൻ ഒന്നും പറഞ്ഞില്ല. രഘുവേട്ടൻ ജോലിക്ക് ജോയിൻ ചെയ്തോ? ആ, ജോയിൻ ചെയ്തു. എവിടെ? ഏതാ കമ്പനി? അച്ഛൻ ജോയിൻ ചെയ്തത് ജെആറിന്റെ ഓഫീസിലാണെന്ന് ജ്യോതി പറഞ്ഞു. അത് സത്യാണോ? ജ്യോതി അങ്ങനെ ഒരു കാര്യം പറഞ്ഞെങ്കിലും ഞാൻ വിശ്വസിച്ചിട്ടില്ല. രഘുവേട്ടൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ഞാൻ ജോയിൻ ചെയ്തത് ജെആറിന്റെ ഓഫീസിൽ തന്നെയാ. മധുര നൊമ്പരക്കാറ്റ്